ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നേരം വിളിച്ചാകുമ്പോൾ സോഫയിലിരിക്കുന്നത് എന്താ വെച്ചിങ്ങനെ തല വേദനിച്ചിട്ടാട്ടോ ഗേസ് ഇരിക്കണത്. നെറ്റിമേൽ വന്നിട്ട് കൊതും കടിക്കുന്നുണ്ട്. ഒരു ചെറിയ കൊതുവിനെ കണ്ടങ്ങൾ. അത് ഞാൻ ഫോൺ നോക്കുമ്പോഴാട്ടോ കാണുന്നത്. അതിന് തട്ടി മാറ്റിയിട്ട് പിന്നെ വന്നിരിക്കുക. കടിക്കണത് അറിയണില്ല. ഞാൻ മാന്തിയിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അത് കടിച്ച് കഴിഞ്ഞിട്ടാണ് ചൊറിച്ചിലൊക്കെ. അപ്പോൾ കച്ചവടത്തിന് പോകാനായിട്ട് നീച്ച് എണ്ണയൊക്കെ തേച്ച് കട്ടൻ ചായ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അച്ചിങ്ങനെ തല വേദനിച്ചിട്ട് വയ്യ. ഇന്നലെ കിടക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നേരം വിളിച്ചാകുമ്പോണ്ട് നല്ല തലയുടെ ഉള്ളിൽ ഇങ്ങനെ വെങ്ങിയിട്ട് വയ്യ. അപ്പോൾ കെടുക്കാനാണ് തോന്നുന്നത് കേട്ടോ. കച്ചവടത്തിന് പോകാൻ വേണ്ടി നീച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞു നോക്കി വയ്യ നീക്കാൻ. എന്നാലും ഞാൻ നീച്ചിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് കുടിച്ചോട്ടെ വെച്ചിട്ട് ഇവൾക്ക് മദ്രസയ്ക്ക് വെച്ചാൽ പോവും വേണം. ഞാൻ നീച്ചില്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കൂല. വെച്ചെങ്കിലും തലോണിയും സോഫയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയിട്ടൊരു ഭാഗമില്ല. എന്നാലും ഞാൻ അവിടെ കിടന്നുട്ടാ. അവള് ഫർദൊക്കെ ഇടുന്നുണ്ട്. വയ്യാത്ത കാരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കിടക്കൊന്നുമില്ല. അപ്പോൾ ഒരു പകുതി പാരസെറ്റമോളൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ കട ചോദിച്ചു വെറും വയറ്റിൽ കഴിച്ച വല്ല കുഴപ്പമുണ്ടാകും എന്തെങ്കിലും കഴിക്കാണ്ട്. അതൊന്നും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഒരു പകുതി കഴിച്ചുട്ടാ. കുറവില്ലെങ്കിൽ ഈ ചായ കുടിച്ചിട്ട് പകുതി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പെരുന്നാൾ സാധനങ്ങളൊക്കെ നമ്മളോട് എത്തിയിട്ടാ. പെരുന്നാളായി തുടങ്ങിയില്ലേ. എന്നാൽ പെരുന്നാൾ മാസം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടു. 17-ാം തീയതിയാണ് പെരുന്നാൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഗൾഫിൽ എന്തായാലും 16-ാം തീയതി ഒക്കെ ആവും. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായക്ക് കടി ഉണ്ടാക്കുക എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇനി സാധനങ്ങളൊക്കെ ഓരോന്നിലൊക്കെ പൊട്ടിച്ച് വയ്ക്കൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരയിലായിട്ടുള്ളത് പാത്രത്തേക്ക് ഇറക്കി വെക്കട്ടോ ചെയ്യുക. പൊട്ടിച്ചിടൊന്നുമില്ല. കുറിഞ്ചാത്തനൊക്കെ വരികയാണ്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യില്ല കേട്ടോ. അപ്പോൾ നേരം വെളിച്ചാകുമ്പോഴത്തുള്ള വൈബ് കണ്ടങ്ങൾ അടിപൊളിയല്ലേ. മഴക്കാറുണ്ട്, വെയിലുണ്ട്. പക്ഷെ നല്ല കിളികളിലെ ഒച്ചയും കാക്ക കൊടുക്കുക എല്ലാം കണ്ടിട്ട്. പക്ഷേ ഇതിൽ വോയിസ് കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ ഷീറ്റിൻ്റെ ബാക്കിൽ ഒരു ഷീറ്റ് ഇട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ചാടിയിട്ടൊരു പാവൂല. അത് എല്ലാ പ്രാവശ്യം നേരാക്കണം എന്ന് പറയുള്ളൂ. നേരാക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ ചാടുന്ന സൗണ്ട് കാരണമാണ് ഞാൻ അവിടെ വോയിസ് കൊടുക്കാനിത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തായാലും പല്ല് വെച്ച് മൂറ് കൈകിട്ട് വെച്ചിട്ട് ഞാൻ പൽപ്പൊടിയൊക്കെ ഇട്ട് കയ്യിലിട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ നേരം വിളിച്ചാകുമ്പോൾ പൽപ്പൊടി ഇട്ട് പല്ല് വയ്ക്കുള്ളൂ. അത് കാരണം ഇത് മാസങ്ങളോളമായിട്ട് ഈ പൽപ്പൊടി മേടിച്ചിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പം പല്ല് വെച്ച് മൂറൊക്കെ കഴുകിയപ്പോൾ നല്ല ഉഷാറായി. തലവേദനയൊക്കെ ഒന്ന് കുറഞ്ഞു, ഒന്ന് ശരിയായിട്ടാണ്. ഇനിയിപ്പോൾ അവൾ മദ്രസയിൽ പോകാൻ നീച്ചിട്ടുണ്ടല്ലോ. അവൾ നീച്ചിട്ട് അവിടെ തന്നെ കിടക്കണ്ടട്ടാ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഈ സൈക്കിളിലാണ് പോകണം അതോ ഉപ്പച്ചി കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പച്ചി കൊണ്ടാക്കി എന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവളേനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. വണ്ടിയിൽ അങ്ങനെ കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ചായ ഒന്നും വേണ്ട. പുറത്തുനിന്നാട്ടാ ചായ കുടിക്കുക. നേരത്തെ 6 മണിയാകുമ്പോഴൊക്കെ കച്ചവടത്തിന് പോകും. അപ്പോൾ അവളും ഉപ്പച്ചിയുടെ പിന്നാലെ പോകുന്നുണ്ട്. സലാം പറഞ്ഞ് അവളും തിരിഞ്ഞു നോക്കണമൊക്കെ ഉണ്ടിട്ട് അമ്മച്ചി 2-3 വട്ടം സലാം പറഞ്ഞിട്ട് അവൾ പോവുള്ളൂ. അപ്പോൾ ഞാൻ അവളോട് പറയും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. എന്നാലും അവൾക്ക് ഇങ്ങനെ സലാം പറഞ്ഞ് പോകണം. അമ്മച്ചിയുടെ അടുത്ത് സലാം പറഞ്ഞ് പോയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവുള്ളൂ. എനിക്കത് പറഞ്ഞിട്ട് പോകണം. ഒരു ദിവസം ഞാൻ പിണങ്ങി നിന്നപ്പോൾ ഒരു ദിവസം ഞാൻ പിണങ്ങി അവൾ പോകുമ്പോൾ. അപ്പോൾ അവൾ പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഉണ്ണിമോൾ മദ്രസയിൽ പോയി. കച്ചവടത്തിന് പോയി. അപ്പോൾ ഞാൻ ബാക്കിൽ വന്നപ്പോൾ കാക്കോൾ വന്നിട്ട് ഇന്നലെ പാത്രം കഴുകിയ ചോറും വെറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പോൾ ഇങ്ങോട്ട് ഒഴിക്കില്ലല്ലേ. അപ്പോൾ ചോറും വെറ്റൊക്കെ വന്ന് കൊത്തി തിന്നുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് എത്തിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഒരു പൂച്ചയും തള്ളിയും പൂച്ചക്കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവത്തേനെ വന്നൊന്ന് എടുത്തുവിട്ടാ. ഇവിടെ കുറേ പൂച്ചകളുണ്ട്. ഇങ്ങനെ പെറ്റ് കൂട്ടുക തന്നെ പണി. ഇനിയിപ്പോൾ എത്ര പൂച്ചകളാച്ചിട്ടാ പറ്റേക്കണ്. ഇവിടെ വരെ എത്തിയതപ്പോൾ ബാക്കിലേക്ക് എത്തിയിട്ടാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ പിന്നാലെ വന്നത് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്തായാലും ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ ഞാൻ വൈകുന്നേരം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഒരു രാവിലെ 6 മണി തൊട്ടിട്ട് ഒരു 1:30 വരത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ലെങ്ത്ത് കൂടുതലേക്ക് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അങ്ങനെ അതൊക്കെ അരച്ചെടുത്ത് എൻ്റെ മേലൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ. ഇപ്പോഴൊക്കെ ഞാൻ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് മേത്തേക്കൊക്കെ മാവ് ഒക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കൂടെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു. കുറച്ച് വെള്ളം 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് അതും അതിൽ കൂടെ ഒഴിച്ച്
ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല ബൾബിൻ്റെ വെളിച്ചം കാരണം നമുക്ക് മാവ് അങ്ങനെ ശരിക്കും കാണുന്നില്ല കേട്ടോ ഗൈസ്. അതാണ് ഇങ്ങനെ ഇരിക്കണത്. വെളിച്ചം നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് എന്താ പരിപാടി വെച്ചിങ്ങ ഞാൻ പറയാം. നാളികേരത്തിൻ്റെ വെള്ളമില്ലേ അതങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാട്ടോ. അത് വെറുതെ കഴിക്കാം, കൂട്ടാനൊന്നും വേണ്ട. കട്ടൻ ചായ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നാളികേരം ചിരകിയിട്ട് ഇടുക. പിന്നെ ലേശം നാളികേരം മതി, കുറേ നാളികേരം ഇടണ്ട. ഇനി ഗ്യാസിന് പ്രശ്നമുള്ളവർ, നെഞ്ഞ് നീട്ടുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നം വെച്ചിങ്ങനെ ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ വെള്ളം ഒഴിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും, നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. അങ്ങനെ ഞാനതൊക്കെ കലക്കി വെച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ പോയി ഇരുന്ന് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടി ഉഷാറാവുമല്ലോ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കിളികളിൽ ഒച്ചയും ബഹളമൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമായിരുന്നു അല്ലേ. കച്ചിങ് അവിടെ നിന്ന് നീക്കാനും തോന്നണില്ല കേട്ടോ. ഇതാ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എൻ്റെ മേല് വെച്ചിട്ട് ഞാൻ കുടഞ്ഞ് അതൊക്കെ കളഞ്ഞു കേട്ടോ. നാളികേരം ഉണ്ട്, മാവ് അരച്ചതിൻ്റെ അതൊക്കെ ആളുമിക്കൊക്കെ തെറിച്ചിട്ടുണ്ട്. ഈ കച്ചിങ്ങിലോ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് രണ്ടാൾക്കും ഇനി 9 മണിക്കൊന്ന് മദ്രസ. അപ്പോൾ അവർക്ക് പോകുമ്പോഴത്തേനും ചായയും കടിയൊക്കെ ആവണ്ടേ. ഞാൻ അച്ചിങ്ങനെ ഈ അപ്പത്തിന് കടി എന്താ പറയുക കൂട്ടുണ്ടാക്കിയിട്ടില്ല, ഇത് മാത്രം ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഉണ്ണിമോൾക്ക് അത് പറ്റിയില്ല. അവളുടെ മുഖമൊക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണാം കേട്ടോ. ഇവർ രണ്ടാളും കഴിച്ചു. കുഞ്ഞോൾക്ക് നല്ല ഇഷ്ടമായി, പൈസയ്ക്ക് നല്ല ഇഷ്ടമായി, ഒക്കെ കഴിച്ചു കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇക്കാക്കും ഇഷ്ടം. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് കൂട്ടാൻ വേണമെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇറച്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ. എല്ലാ കറി ഇതിലേക്ക് പറ്റും. പക്ഷേ അത് വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. 4 മണിക്ക് വേണമെങ്കിൽ നമ്മൾ കട്ടൻ ചായക്കോ ഒക്കെ വെറുതെ ഒക്കെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ കട്ടൻ ചായ ഇങ്ങനെ അപ്പം കഴിക്കാൻ നല്ല ഇപ്പോഴത്തെ സമയത്ത് നല്ല ടേസ്റ്റാണ്. മഴയൊക്കെ അല്ലേ, തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളിട്ടാ. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എടുക്കാനും കിട്ടുന്നുണ്ട്. വെള്ളപ്പത്തിൻ്റെ ഒരു മോഡലില്ലേ, പക്ഷെ നല്ല മുരിഞ്ഞിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ ഓരോ അപ്പമായിട്ട് ഇങ്ങനെ ചുടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സാധനങ്ങൾ പൊട്ടിച്ച് പാത്രത്തിലേക്കാക്കാനും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ആകെ ബേറയത്തിന് വൃത്തിയാക്കിയതാണ്. സത്യം പറയാമല്ലോ, ബേറയത്തിന് ഞാൻ വൃത്തിയാക്കിയത് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയും ചെയ്യാം. ഇപ്പോൾ തലവേദനയ്ക്കൊക്കെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഒരു 6 മണി ആയിട്ടില്ല, 5:30. നല്ല മഴ അവിടെ പെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ വോയിസ് കൊടുക്കണത്. അപ്പോൾ ഇപ്പോൾ തലവേദന കുറേശ്ശത് വൈകുന്നേരം ആകുമ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഗുളിക മേടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഗുളിക മേടിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് കിടന്നിക്കുമ്പോൾ കഴിക്കേണ്ടി വരും. എന്താണെന്നറിയില്ല, നല്ല നീരിറക്കാൻ തോന്നുന്നുണ്ട്. എന്താ സംഭവം എന്നൊരു പിടിയില്ല. ഇന്നലെ ഞാൻ മഴച്ചാറ് കൊണ്ടു, ഇന്നും കൊണ്ടു. അതെന്നെ ഇപ്പോൾ ഉണ്ടായത് തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഗുളിക കഴിച്ച് കിടന്നാൽ ശരിയാവും. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് ഇടുകയാണ്. കുളിക്കണ സോപ്പ് 5 കട്ട ലെക്സ് ആട്ട മേടിച്ചേക്കണേ. പിന്നെ പാത്രം കഴുകണ സോപ്പ് മേടിക്കാറേ ഇല്ല, സോപ്പും പൊടി കൊണ്ട് ഇട്ടിട്ടാണ് പാത്രം മോറൽ. അപ്പോൾ പാത്രം കഴുകണതും വാങ്ങിയിട്ടുണ്ട്. ലെക്സോ പിന്നെ ഗ്രീൻ പീസ് മേടിക്കാറേ ഇല്ല കേട്ടോ. ഗ്രീൻ പീസ് ഇഷ്ടമല്ല. എന്തായാലും ഇവർ സ്കൂളിൽ ഗ്രീൻ പീസ് ഉപ്പേരി ഇതൊക്കെ കഴിച്ചിട്ട് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ അതും സാധനങ്ങളിൽ എഴുതിയിട്ടാണ്. പിന്നെ സോപ്പും പൊടി, ഗോതമ്പ് പൊടി, പഞ്ചസാര അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു. പിന്നെന്താ ഇതൊക്കെ തുടച്ചെടുക്കുക കേട്ടോ. അത് ബേറയത്തിന് വൃത്തിയാക്കിയതാ പറഞ്ഞില്ലേ ഞാൻ. ഇപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിയതല്ലേ, അപ്പോൾ അതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് അടിച്ചു കയറി ഒക്കെ ചെയ്ത് ഒപ്പം ഞാൻ അവിടെ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. കൂട്ടാനുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞുള്ള നേരമൊക്കെ പോവും. ഒന്നാമത് സബോളില്ല. ഒരു കാര്യം ഞാൻ ഇക്കാട് ഒരു കാര്യം പറയില്ല കേട്ടോ. ഇക്കാക്ക് നല്ല ദേഷ്യം വരും. ഈ എന്നെ മനഃപൂർവ്വം ഇട്ട് കളിയാക്കുക. നമുക്ക് ഞാൻ ഈ നേരം കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ മറന്ന് പോവുക. എന്തെങ്ങനെ മറിവ് എനിക്കറിയില്ല കേട്ടോ. ഒരു കാര്യം ഒന്നും ഓർമ്മയില്ല പറയാൻ. എന്താ എനിക്കറിയില്ല, മറന്നു പോവാണ്. അപ്പോൾ ഓയിൽ നോക്കി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കളയാണ്ട്. ഞാൻ എന്നിട്ട് ഇനി പോയോ എന്നൊക്കെ നോക്കുക കേട്ടോ. ഒരു തുള്ളി കളയാണ്ട് ഞാൻ ഒഴിച്ചേക്ക് പേടിയാട്ടോ. ഈ ഓയിലും വെളിച്ചെണ്ണൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കാൻ എന്ത് പേടിയാണെന്ന് അറിയാം. ഞാൻ കൂടുതൽ ഇക്കണ്ടെച്ചെങ്കിൽ കടയെടുത്താൽ പറയുക. ഇക്കൊരു തുള്ളി കളയാണ്ട് ഒഴിക്കൂട്ടാ. അപ്പോൾ ഞാൻ കളയാണ്ട് തന്നെ ഒഴിച്ചു. പഞ്ചസാര പൊട്ടിച്ച് ഇട്ടുണ്ട് ഒക്കെ. ഈ പേടിയാണ് നിറയ്ക്കാൻ. ഇനി നിറഞ്ഞിങ്ങോട്ട് ഒഴുകുമോ എന്നൊക്കെ ഒരു പേടി. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ ആ ബക്കറ്റിൽ അങ്ങനെ വെക്കുക. ബാക്കി ഓയിൽ ഞാൻ
ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ചു. ഒന്ന് മീൻ പൊരിക്കാനുണ്ടാവില്ല ഉച്ചയ്ക്ക്. ഇന്നലെ ചെമ്പല്ലി നമ്മൾ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഫ്രിഡ്ജിൽ, അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ആക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി, അപ്പോൾ എല്ലാം സെറ്റായി. സോപ്പും പൊടി കുറച്ചുണ്ട് പാത്രത്തിൽ. അപ്പം ഞാൻ എന്തായാലും അത് കഴിയട്ടെ, എന്നിട്ട് അത് പൊട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പോൾ അടുക്കളൊക്കെ അങ്ങോട്ട് ക്ലീനാക്കി. ഇപ്പോൾ കുട്ടികളൊക്കെ നീച്ചു പല്ലേച്ച് മോറ് കഴുകി സൂപ്പർ പറയുക. അവൾക്കൊക്കെ ഇഷ്ടമായി. അതിൻ്റെ ഇടയിൽ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാട് ഉപ്പ വന്നിട്ട് കുട്ടികളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് ഇറങ്ങി പോകുന്നുണ്ട് മദ്രസയിൽ പോയോ, ഒരു മദ്രസയിൽ പോകണില്ല എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കണ്ടില്ലേ. അപ്പോൾ പൈസ ഇതാ പല്ലേച്ച് ഇങ്ങനെയാണ് അവൻ കുൽക്കുഴി കേട്ടോ. പൈപ്പിൻ്റെ ജോഡിക്ക് തൊള്ള അങ്ങടെ പൊളിച്ചു കൊടുക്കും. അങ്ങനെയാണ് അവൻ കുൽക്കുഴി. അതിനിടയിൽ ടി വി ഒക്കെ വെച്ച് എന്നിട്ട് ഹണിബണിയോ എന്തൊക്കെ കണ്ടിട്ടിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒഴുത്തി നോക്കിയ തൊള്ള നോക്ക് ചായ കുടിക്കുമ്പോൾ ഞാൻ അവളോട് പറയുകയാണേ, ഈ അംബാനിയുടെ മോളെ ഈ ഉള്ളത് കൂട്ടിയിട്ട് കുടുംബത്തുള്ളത് എന്തിനും കൂട്ടിയിട്ട് കഴിക്കുക, എന്തുണ്ട് മോളെ ഈ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുക. ഉമ്മച്ചെ ഞാൻ കൂട്ടാൻ കുറേ തപ്പി വയ്ക്കും, ഉമ്മച്ച ഒരു മസാലക്കറി പോലും ഉണ്ടാക്കിയില്ലല്ലോ, എനിക്കിത് തിന്നൊക്കെ വയറ് വേനിക്കുള്ളൂ പഞ്ചസാരൊക്കെ കൂട്ടി കഴിച്ചാൽ എന്നൊക്കെ പറയണേ. അപ്പോൾ കുട്ടി ഏതൊക്കെ കൂട്ടിയിട്ടൊക്കെ തിന്നുള്ളതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക എന്നൊക്കെ പറയുക. അപ്പം ഞാൻ ഇവരെന്നെ മദ്രസയിലൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ഞാനും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നിനക്ക് എന്തൊന്നും പറ്റാത്തേക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. എന്താ പറയുക, ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും പറ്റില്ല. ഇവർ രണ്ടാളും നന്നായി കഴിച്ചു. ഇവൾക്ക് ഇങ്ങനെ തന്നെ, ഇവൾക്ക് വെറൈറ്റി സംഭവങ്ങൾ കുറേ എന്താ പറയുക മാഗി, പിന്നെ മന്തി, നല്ല എന്താ പറയുക വലിയ വലിയ സാധനങ്ങൾ അവൾക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഇക്ക പറയാറുണ്ട്, ഇവിടെ ജനിക്കേണ്ട ആളൊന്നല്ല എന്നൊക്കെ ഇക്ക ഇവളോട് പറയാറുണ്ട് കേട്ടോ. ഞാനൊക്കെ മദ്രസയിൽ പോകുമ്പോണ്ടല്ലോ എൻ്റെ ഉമ്മ അപ്പം ഗോതമ്പിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് തരിക. അതൊക്കെ വെറുതെ കട്ടൻ ചായ കൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പോവുക. ഉണ്ടാണ്ട് ഇന്ന് കഴിക്കാമെന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഇടങ്ങറില്ല ജീവിച്ച് വന്നത്. ഞാൻ അതൊക്കെ കൂടുതൽ പറയാനൊന്നും സമയമില്ല കേട്ടോ. അതൊക്കെ പിന്നെ ഞാൻ പറയാം, വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ നോക്കി നല്ല മഴക്കാറ്, ഞാൻ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടാ തിരുമ്പണമെങ്കിൽ കണ്ണ് കാണാനില്ല വാഷിംഗ് മെഷീനിലേക്ക്, അങ്ങനെ ഇറുത്ത് കുത്തിയിട്ട് മഴ നിൽക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടാ, നല്ല മഴ. അപ്പോൾ പുറത്ത് ഞാൻ ബൾബൊക്കെ ഇട്ടിട്ടാണ് തിരുമ്പണത്. കറണ്ട് ഇങ്ങനെ പോവന്നെ ഒരു മോര് കൂട്ടാനാണ് വെക്കാനുള്ള പ്ലാൻ. ഇന്നലെ ഞാൻ മീൻ നന്നാക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് അള്ള വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ പറിച്ചെന്തായാലും വിചാരിച്ചു മോര് കൂട്ടാൻ തന്നെയാണ് വെക്കുന്നത്. ഞാൻ ഇനി മോര് കൂട്ടാൻ വെക്കാൻ പറ്റില്ലേ, കറണ്ട് പോയിട്ട് വരുന്നത് കാണാനില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉണ്ണിമോളെ കടയിൽ പറഞ്ഞയച്ചു, മോരും കുമ്പളങ്ങയും വാങ്ങിപ്പിച്ചു. അവളോട് ഞാൻ മാഗി മേടിച്ചു. അവൾ ചായക്ക് കടി ശരിക്കും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മാഗി വേണ്ട ഉമ്മച്ചിയെ, ഇന്ന് മേടിക്കണ കട മൈമുട്ടിക്കട കടയിൽ നിന്ന് ഞങ്ങൾ മേടിക്കാനുള്ള കട തുറന്നിട്ടില്ല. അപ്പോൾ അവൾ എന്താ ഇനി പറയുക, ചോള എന്താ ഒരു സംഭവം, ഇതിന് പേരും പറഞ്ഞില്ല, ചോള തന്നെ തോന്നുന്നുണ്ട്. ആ സാധനം മേടിച്ചു തുറന്നിട്ടാ, അല്ല കൊക്കോൺ, അയ്യോ സോറി, ഈ ചോളത്തോണ്ട് തന്നെയല്ലേ ഈ കൊക്കോണും വരിക അല്ലേ. അപ്പോൾ അതും മേടിച്ച് വന്നിട്ട് ഇതൊന്ന് കഴിച്ചിട്ട്. അപ്പോൾ കുരുമുളക് ഇങ്ങനെയാണ് കിട്ടിയത്. കുരുമുളക് ഞാൻ മോര് കൂട്ടാനിൽ ഇടാൻ വേണ്ടിയിട്ട് കുരുമുളകൊക്കെ കഴിഞ്ഞു, ബീഫിലേക്ക് ഇട്ടിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതും മേടിച്ചു. തക്കാളി, കുമ്പളങ്ങ, മോര്, പിന്നെ ഇപ്പോൾ 8-9 മുട്ടായും മേടിച്ച് തുറന്നിട്ടുണ്ട്. അങ്ങനെ നാളികേരം ചെറുകട്ട. കറണ്ട് ഇതിലുള്ള എത്ര പ്രാവശ്യം പോയിന്ന് അറിയാം, കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. തിരുമ്പലൊക്കെ അത് ഒരു ബക്കറ്റ് നിറച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട്. മക്കൾ രണ്ടാളും മദ്രസയെ വിട്ട് വന്നിട്ട് ഓരോരുത്തർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നാളികേരം ചെറുകയല്ലേ, ഞാൻ എന്നെ കാണാനില്ല, അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണേ. അപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേനും വേഗം ഇതൊക്കെ ഒന്ന് അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നുള്ള തിക്കും തിരക്ക് കൂട്ടിയിട്ടുള്ള നാളികേരം ചെറുകൽ. കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടുപോയി, പിന്നെ കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല. എന്തായാലും മോരൂട്ടം വെച്ചു ഞാനിട്ട്. ഇങ്ങനെ വെച്ച് നോക്കിക്കോളേട്ടാ. പച്ചമുളക്, ചുവന്നുള്ളി, 3-4 ചോളം വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഒന്ന് കൂട്ടിയിട്ട് തിരികൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ഒന്ന് കൂട്ടാൻ വെച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റായിട്ട് മോര് കൂട്ടാൻ. ഇഞ്ചിയൊക്കെ ഇടും നിങ്ങൾ. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ദീപിൻ്റെ ഞങ്ങൾ ഫ്രണ്ട്സാട്ടോ, അയൽവാസി പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, ഇക്കാക്കും അത് നല്ല ഇഷ്ടമായി, കുട്ടികൾക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോട്ടാ. പിന്നെ മോര് കൂട്ടാൻ വെക്കുമ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ മോര് കൂട്ടാൻ വെച്ച കാര്യമൊക്കെ ഓർമ്മ വരും. പാലുകൊണ്ട് മോര് കൂട്ടാൻ വെച്ച കാര്യം ആലോചിച്ചിട്ട് എപ്പോഴും എവിടെ മോര് കൂട്ടാൻ വെക്കുക വെച്ചെങ്കിൽ ഇപ്പോൾ അത് ചിന്തിക്കൂട്ടെ ഞാൻ. എന്ത് മണ്ടത്തിയല്ലേ, ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ആ ഒരു ആലോചന വരുന്നുണ്ട് മനസ്സിലിട്ട. അങ്ങനെ മോര് കൂട്ടാനിലേക്ക് ഞാൻ മോര് ഒഴിച്ചു, പാലിന്നാണ് വരുന്നത്. മോരൊക്കെ ഒഴിച്ച് കരച്ചതൊക്കെ ഒഴിച്ച് റെഡിയായി. ഇനി നമുക്ക് കടുകും ഇത്തിരി ഉലുവയും വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചങ്ങോട്ട് എടുത്തതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടാണ്. പക്ഷേ കടുക് ഇത്തിരി കരിഞ്ഞു പോയി ഗെയ്സ്, അതും ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. തീ വെച്ചെങ്കിലോ കുറച്ചൊന്നും എൻ്റെ വിചാരം, പക്ഷേ കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
അതിനിടയിൽ കരിയും ചെയ്തു. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ട് കൂട്ടാൻ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഇങ്ങോട്ട് മൂടി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അങ്ങോട്ട് തോനെ ഒഴിച്ച് പോവുക. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഓട്ട തുളച്ചു കേട്ടോ, പപ്പട കോലൊക്കെ ഇട്ടിട്ട് ഒരു ഓട്ട അങ്ങോട്ട് തുളച്ചു. അങ്ങനെ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇന്നലെ കായം പരട്ടി വെച്ചതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചത്. നന്നായിട്ട് മസാലയൊക്കെ ഉപ്പും മുളകും പെരുംജീരകത്തിൻ്റെ മണവും ഒക്കെ കൂടി അത് പിടിച്ചപ്പോൾ അടിപൊളിയായി മീൻ പൊരിച്ചത്. അങ്ങനെ അത് 2-3 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ പൊരിച്ചത് അങ്ങനെ വെച്ച് കൊടുത്താലേ ഈ തന്തി മോനും കൂടിയിട്ട് ഒക്കെ അങ്ങോട്ട് തിന്ന് തീർക്കും. അപ്പോൾ 3 ഞാനവിടെ 3 എടുത്ത് വെച്ചു. ഇനി വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഇല്ല കേട്ടോ, മീൻ പൊരിച്ചതില്ല, ആകെ 2 ഉള്ളൂ. അപ്പോൾ ഈ പൊരിച്ചയിൽ ആകെ 2 ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തിന് വേണ്ടേ, അപ്പോൾ ഞാൻ പൊരിക്കാനായിട്ട് ഫ്രിഡ്ജിലുണ്ട്. ഇനി അതൊന്ന് പൊരിച്ച് വയ്ക്കണം. ഇക്കാക്കും പൈസയ്ക്കാണ് മീൻ പൊരിച്ചത് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പെൺകുട്ടികൾ 2 കഴിക്കില്ല. അപ്പോൾ ഞാൻ ആ ചട്ടി കാണിക്കുന്നത് എന്താ വെച്ചിങ്ങനെ 2 ചട്ടി ഉണ്ട് കേട്ടോ. ഒരു ചട്ടിയിൽ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നിങ്ങൾ വിചാരിക്കും കൂട്ടാൻ വയ്ക്കുന്നതും മീൻ നന്നാക്കുന്നതും ഒക്കെ ഒരു ചട്ടിയിലാവും വിചാരിക്കും വെച്ചിട്ടാണ് ആ ചട്ടി 2 കാണിച്ചു തന്നത്. മീൻ നന്നാക്കളയിൽ ഞാനൊരു സാധനം വെക്കില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതിലാണ് ഞാൻ ഓരോന്നും വെക്കണത്. അപ്പോൾ ഇവരുടെ ഒച്ചയും ബഹളും കൂടി കേൾക്കണില്ല. അപ്പോൾ ഇവരെന്താ ഇവിടെ മൈക്കപ്പാണ്. ഇപ്പം 2 അനിയത്തി ഏട്ടത്തിയും കൂടിയിട്ട് നല്ല മൈക്കപ്പാണ്. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പൈസ ഇതാ കാല് മേപ്പിട്ട് വെച്ചിട്ടാട്ടാ TV കാണണം. ഞാനോട് പറയുന്നുണ്ട് കുടലും മറിവിടെ നേരൊക്കെ എടുക്കുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞതാ ഇക്കാനെ കാത്തുക്കുക. അപ്പോൾ ഞാൻ ഇക്കാടെ വണ്ടി വന്നപ്പോൾ വീഡിയോ എടുത്തതാട്ടാ. വയ്യാണ്ട വരുന്നത്, നടന്ന് വയ്യാണ്ടൊക്കെ വരുന്നത്. മേലൊക്കെ ചളിയുണ്ട്. ഞാൻ പറയുന്നുണ്ട് എന്താ പാൻറ്റിലൊക്കെ ചളിയാക്കി കളിക്കാൻ പോയിക്കിരുന്നു ഇക്കാടി. അപ്പോൾ പാൻറ്റിലൊക്കെ ചളി തെറിച്ചേക്കുക. എന്താ പറയുക, വെറുതെ തമാശയ്ക്ക് ഓരോന്ന് പറയാട്ടാ. അങ്ങനെ ഞാനൊക്കെ ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുക. പിള്ളേർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഉണ്ണിമോളുടെ കൂട്ടുകാരി അനുസൃതി വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിന് മുഖം പൊത്തിയിട്ട് ഇരിക്കട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.